യെസ്, അങ്ങനെ കേരളം കാത്തിരിക്കുന്ന മഹായുദ്ധത്തിലേക്ക് നമ്മൾ അതിവേഗം നടന്നെടുക്കാൻ കാരണമുണ്ട്. കാരണം പ്രചാരണത്തിനൊക്കെ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് പാർട്ടികൾക്കും മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഒക്കെ കിട്ടിയത്. അതുകൊണ്ട് എടിപിടി എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥി നിർണ്ണയം ഒക്കെ പൂർത്തിയാക്കേണ്ടി വന്നു. എന്തായാലും ഈ വോട്ടെടുപ്പിന് മുമ്പേ നമ്മൾ പൂർത്തിയാക്കേണ്ട പല ഘട്ടങ്ങളും കടമ്പകളുമുണ്ട്. അതൊന്നൊന്നായി ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പൂർത്തിയായിരുന്നു. എന്ന് വെച്ചാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയം കഴിഞ്ഞു, ഇന്നലെ സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള സമയം കഴിഞ്ഞു. ഇനി നാളെ നിർണായകമായ മറ്റൊരു ദിവസമാണ്. നാളെയാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന അവസരം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാനമായി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 1254 സ്ഥാനാർത്ഥികളിൽ നിന്നായി 2125 നാമനിർദ്ദേശ പത്രികകൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 1748 പത്രികകൾ സ്വീകരിച്ചിട്ടുണ്ട്, 354 പത്രികകൾ തള്ളിയിട്ടുണ്ട്, 3 എണ്ണം പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. സമർപ്പിച്ച പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന ദിവസത്തിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം തെളിയുക. അതേസമയം സ്ഥാനാർത്ഥികളുടെ പ്രചാരണം 2ാം വാരത്തിലേക്ക് കടക്കുകയാണ്. ഏപ്രിൽ 9-നാണ് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്.